ഓൾറൈറ്റ് ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ പഞ്ചാബിൽ അഡ്മിഷൻ കിട്ടിയ സമയത്ത് എൻ്റെ കുറേ കൂട്ടുകാരന്മാർ ചോദിച്ചായിരുന്നു, ലൈക്ക് എനിക്കിങ്ങനെ പഞ്ചാബിൽ അഡ്മിഷൻ കിട്ടിയെന്നും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് കുട്ടികൾ ലൈക്ക് എന്താ പറയുക കുട്ടികളും ചോദിച്ചായിരുന്നു എനിക്ക് എങ്ങനെയാണ് പഞ്ചാബിൽ അഡ്മിഷൻ കിട്ടിയത്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന്. സോ ഞാൻ ഇതിൻ്റെ ഇൻട്രോയിൽ ഞാൻ LP-യിൽ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുന്നത് വിചാരിച്ചു. സോ ബേസിക്കലി എനിക്ക് എന്താ പറയുക, ഞാൻ കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു യൂണിവേഴ്സിറ്റി കിട്ടിയായിരുന്നു. എറണാകുളത്തൊരു കോളേജിൽ കിട്ടിയായിരുന്നു അഡ്മിഷൻ. പക്ഷേ എനിക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല അത്ര. ഓക്കെ, സോ ഞാൻ അവിടുന്ന് ഒരു ടെസ്റ്റ് എഴുതിയിട്ടാണ് പഞ്ചാബിലേക്ക് കിട്ടിയത്. എൻ്റെ ഒരു ലൈക്ക് 10ാം ക്ലാസ്സിന് എൻ്റെ കൂടെ പഠിച്ചൊരു സീനിയർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഓൾറെഡി ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു LP-യിൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. സോ പുള്ളിക്കാരനത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് അടിച്ച് അവരുടെ മെയിൻ ഒഫീഷ്യൽ പേജിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഗൂഗിളിൽ മെയിൻ ഒഫീഷ്യൽ പേജിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എല്ലാം ആ പേജിൽ തന്നെ എല്ലാം കാണും. എന്താ പറയുക, ഒരുപാട് ഡൊമൈനിൽ കോഴ്സ് ഉണ്ട്. അത് ഫിനാൻസിലായാലും എഞ്ചിനീയറിങ്ങിലായാലും ആർട്സിലായാലും അഗ്രികൾച്ചറിലായാലും ബിസിനസ്സിലായാലും കുറേ ഡൊമൈനിൽ അവർ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റും മാസ്റ്റേഴ്സും. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് കാണും. LP യൂണിവേഴ്സിറ്റി എന്നാണ് എല്ലാ ടെസ്റ്റിനും പേര്, എല്ലാത്തിൻ്റെയും ടെസ്റ്റിൻ്റെ പേര്. സോ നിങ്ങളുടെ കോഴ്സിന്, നിങ്ങൾക്ക് വേണ്ട കോഴ്സിന് കറസ്പോണ്ട് ആയിട്ടൊരു ടെസ്റ്റ് കാണും. ഓക്കെ, ആ ടെസ്റ്റ് നിങ്ങൾ എഴുതുക. ആ ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. സോ ബേസിക്കലി എന്താ പറയുക, നിങ്ങൾ ഓൺലൈനിൽ പോവുക, എന്നിട്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവരുടെ ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. സോ നോർമലി നിങ്ങൾ ടെസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഒരു മെൻറ്റർ അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്മിഷൻ ഓഫീസർ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, സോ അവർ പറഞ്ഞു തരും, നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എവിടെയാണ് ടെസ്റ്റ്. സോ കേരളത്തിൽ തന്നെ അവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ലൈക്ക് എല്ലാ ജില്ലയിലും ടെസ്റ്റ് എഴുതാൻ വേണ്ടി കുറേ സ്ഥലങ്ങളുണ്ട്. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എഴുതാൻ, എനിക്ക് തോന്നുന്നു ഓൺലൈൻ എഴുതാമെന്ന് ചോദിച്ചു. ഓൺലൈൻ ടെസ്റ്റ് എഴുതാൻ പറ്റും. സോ നിങ്ങൾ ആ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ ടെസ്റ്റിൻ്റെ കോഴ്സ്, അതായത് ആ സിലബസും അവർ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആ ടെസ്റ്റ് വരുമെന്ന്. സോ അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഒരു ചോദ്യമാണ്, സ്കോളർഷിപ്പൊക്കെ ഉണ്ടോ? ഓക്കെ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് സെമസ്റ്റർ ഫീ 1,20,000, 50% വരെ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് കിട്ടും. അത് ഒന്നുകിൽ നമ്മുടെ എന്താ പറയുക +2ൻ്റെ മാർക്കിന് ബേസ് ചെയ്തായിരിക്കും. അത് +2ൽ നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് സ്കോളർഷിപ്പ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് LP യൂണിവേഴ്സിറ്റി എഴുതിയതിൻ്റെ ടെസ്റ്റിൽ നിങ്ങൾക്ക് നല്ല ഹൈ മാർക്ക് ഉണ്ടെങ്കിൽ സോ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. സോ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് കിട്ടുന്ന ഏതാണോ അത് അവർ കൺസിഡർ ചെയ്യും, LP യൂണിവേഴ്സിറ്റി ആണെങ്കിലും +2 ആണെങ്കിലും. ഓക്കെ, സോ അത് അങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. സോ ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ലൈക്ക് വളരെ എളുപ്പമുള്ളൊരു ടെസ്റ്റ് ആയിരിക്കും, വലിയ പാടായിട്ടുള്ളൊരു ടെസ്റ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, സോ നിങ്ങൾ ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ച് അവർ പറയും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സോഫ്റ്റ് കോപ്പിയായിട്ട് സബ്മിറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ മെൻറ്ററിനോ അല്ലെങ്കിൽ അഡ്മിഷൻ ഓഫീസറിനോ വിളിച്ച് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സെമസ്റ്റർ ഫീസ് അടയ്ക്കുക. എന്നിട്ട് അവർ പറയുന്ന ദിവസം നിങ്ങൾക്ക് പോയി അവിടെ അഡ്മിഷൻ എടുത്ത് അവിടെ ഹോസ്റ്റലിൽ നിൽക്കണമെങ്കിൽ ഹോസ്റ്റൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് നിൽക്കണമെങ്കിൽ പുറത്ത് നിൽക്കാം. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ്, നിങ്ങൾ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ കോളേജിലൊക്കെ പെട്ടെന്ന് പോകാനും നിങ്ങൾക്കൊന്ന് യൂസ്ഡ് ആവും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സൊന്നുമില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചാബിൽ വന്ന് നിങ്ങൾക്ക് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ +2ൽ നല്ല പഠിക്കാൻ നോക്കുക. കാരണം നിങ്ങൾ +1 നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഹയർ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോളർഷിപ്പ് കിട്ടും. ഇപ്പോഴത്തെ എനിക്കറിയാം ഫീസിൻ്റെ കാര്യം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 1,20,000 ഫീസ്. അതെനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ഇൻഫ്ലേഷൻ കാരണം 1,80,000 വരെയൊക്കെ പോയി കാണും എഞ്ചിനീയറിംഗ്. അതും പല കോഴ്സ് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് അനുസരിച്ച് നിങ്ങളുടെ ഫീസ് കൂടുകയും ചെയ്യും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇവിടെ ലൈക്ക് എന്താ എലിജിബിലിറ്റി കിട്ടുന്നത് അത് എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കോളേജിൽ വന്ന് പഠിക്കാം. സോ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ പോവുക, നിങ്ങൾക്ക് എല്ലാവരും ഇൻഫർമേഷനും കിട്ടും. എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആണെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പർ എനിക്ക് തോന്നുന്നു കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവർ മിക്ക സമയം എടുക്കും, അതായത് മോർണിംഗ് ടു ഈവനിങ് 5 o'clock വരെ ഏത് സമയം അവർ ഫോൺ എടുക്കും. സോ ഇത്രയേ ഉള്ളൂ. ഇതൊന്നും പറയാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇവിടെ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതവർക്ക് അയച്ചു കൊടുക്കാം, അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ. സോ ഇന്ന് ലെഗ് ഡേ ആണ്. സോ ലെഗ് ഡേ അടിക്കാൻ പോവാണ്. സോ അതിൻ്റെ വീഡിയോ എൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ജിമ്മിൽ കാണാം. ഓൾറൈറ്റ്, സോ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ലെഗ് ഡേ ആണ്. കഴിഞ്ഞ ലെഗ് ഡേയിൽ നിന്ന് എന്തു വിധേനയും
നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യണം. അതായത് നമ്മുടെ വെയിറ്റ് കൂടി ചെയ്യണം. വോളിയം വൈസ് ഞാൻ സെയിം ആണ്. സോ ബട്ട് വെയിറ്റ് കുറച്ച് കൂട്ടിയിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാനായിരുന്നു ഗോള്. സോ അത് ചെയ്യാൻ പറ്റി. ലൈക്ക് മിക്ക എക്സസൈസും കുറച്ച് ലൈക്ക് വലിയ രീതിയിൽ വെയിറ്റ് കൂട്ടിയില്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഹെവി വെയിറ്റിലാണ് ചെയ്തത്. മെയിനായിട്ടുള്ള 4 മൂവ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് ലെഗ് പ്രസ്, ഒന്ന് എക്സ്റ്റൻഷൻ, അതായത് സിംഗിൾ ലെഗ് എക്സ്റ്റൻഷൻ ഈ വീഡിയോയിൽ ഞാൻ ചെയ്തത്. പിന്നെ അടുത്തൊരു മൂവ്മെൻറ്റ് എന്ന് വെച്ചത് നമ്മുടെ സൂപ്പർ സ്ക്വാട്ട് മെഷീനിലുള്ള സ്ക്വാട്ട്. അത് കഴിഞ്ഞിട്ട് ഹാംസ്ട്രിങ് കേളാണ്. സോ ഇതിൻ്റെ എല്ലാം എനിക്ക് തോന്നുന്നു ക്വാഡ് ബേസിക് വർക്കൗട്ട്സ് ആയിട്ടുള്ള 3 വർക്കൗട്ട് ഞാൻ 2 സെറ്റ് വെച്ചും ഹാംസ്ട്രിങ് കേള് ഒരു 3-4 സെറ്റുമാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട്, അതായത് ഗ്ലൂട്ട്സിനെ ഫോക്കസ് ചെയ്ത് ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ടും ചെയ്തായിരുന്നു. സോ ബേസിക്കലി നമ്മൾ ഞാൻ സിംഗിൾ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്തതെന്ന് വെച്ചാൽ ബേസിക്കലി ഈ മെഷീൻ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന എക്സ്റ്റൻഷൻ മെഷീൻ എൻ്റെ ഒരു ബോഡിക്ക് അനുസരിച്ച് ചെറുതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മണ്ടയിൽ മാറ്റിട്ടിട്ട് നല്ല രീതിയിൽ സിംഗിൾ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഫോക്കസ് കിട്ടും. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സൂപ്പർ സ്ക്വാട്ടാണ് ചെയ്തത്. ഇതും സെയിം പ്രിൻസിപ്പിളാണ്. പാഡ് കുറച്ച് ലിഫ്റ്റഡ് ആണ്. അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കുറച്ച് ലിഫ്റ്റഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ എനിക്ക് കുഷനിങ് കിട്ടും. അതുപോലെ തന്നെ കറക്റ്റ് എൻ്റെ ഒരു മസിലിൽ എനിക്ക് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് ചൂസ് ചെയ്യുന്നത്. സ്മിത്ത് മെഷീൻ ഞാൻ ചെയ്യാറുണ്ട്. ബട്ട് സ്മിത്ത് മെഷീൻ ചെയ്യുമ്പോഴും ഞാൻ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫ്ലോറിലിട്ട് ഫ്ലോറിൻ്റെ ബേസ് ഒന്ന് ലൈക്ക് അപ്പ് ആക്കും. പിന്നെ ഞാൻ ചെയ്തത് ഹാംസ്ട്രിങ് കേളാണ്. ഹാംസ്ട്രിങ് കേള് പറഞ്ഞ പോലെ 3-4 സെറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ടും ചെയ്തത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഹാംസ്ട്രിങ് കേളിൽ ഞാൻ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് കുറച്ച് കൂടുതൽ വെയിറ്റ് ഇട്ടിട്ട് ചെയ്യുക. ഫോം സെയിം ആയിരുന്നു, വോളിയം സെയിം ആയിരുന്നു. സോ ബേസിക്കലി എനിക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. ലൈക്ക് ഞാൻ ചെറിയ രീതിയിൽ ഫോമിൽ അങ്ങനെ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ഉണ്ട്. സോ എനിക്ക് അറിയാൻ പറ്റും. സോ ഇത്രയുള്ളായിരുന്നു എൻ്റെ ലെഗ് വർക്കൗട്ട്. 4 മെയിൻ എക്സസൈസിലാണ് ഫോക്കസ് ചെയ്തത്. വലുതായിട്ട് കോംപ്ലിക്കേറ്റഡ് ഉള്ള വർക്കൗട്ട്സ് ഒന്നുമില്ല. ജസ്റ്റ് അതിൽ തന്നെ ഓവർലോഡ് ചെയ്യാൻ നോക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.